കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് VSൻ്റെ ഒരു ഓർമ്മകളിലൂടെയാണ്. അപ്പോൾ ഓർമ്മകളിൽ VS എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെപ്പോഴും VSനെ കുറിച്ച് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന മുദ്രാവാക്യം ആളുകളുടെ മനസ്സിലുള്ളതൊക്കെ VS ആണ്. കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യം ഇപ്പോഴും എയറിലിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പറയും കനലരിയും വഴികളിലൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യൻ. ഇപ്പോൾ ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയ്ക്ക് പ്രഗത്ഭരായ 3 പ്രിയപ്പെട്ട നേതാക്കളെയാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടത്. നിങ്ങൾക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ. ഈ നേതാക്കളൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാം വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കുകളും പാട്ടുകളും വലിയ രീതിയിലുള്ള എല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവരൊക്കെ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളുണ്ട്. ഇവർ ഈ നാടിനു വേണ്ടി ഒത്തിരി നന്മ ചെയ്തവരാണ്. ഈ 3 നേതാക്കളെടുത്താൽ അവർ ചെയ്ത പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ഉണ്ടാവും. മൈനസായിട്ട് ചില കാര്യങ്ങളുണ്ടാവും. മനുഷ്യരാണ്, മനുഷ്യ സഹജമായ ചില സംഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകാം. ഈ 3 പേരും ഒരേപോലെ മക്കളെ കൊണ്ട് മക്കളുടെ പേരിൽ ജീവിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടവരാണ്. രാഷ്ട്രീയ എതിരാളികളും സ്വന്തം ചേരിയിലുള്ളവരും നന്നായി ആക്രമിച്ചിട്ടുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും വരികൾക്കിടയിലൂടെയും പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം. ഇപ്പോൾ ഈ 3 നേതാക്കളും നമ്മുടെ മുന്നിലില്ല. നമുക്ക് പലപ്പോഴും ഇവർക്ക് 3 പേർക്കും പകരം വെക്കാൻ പറ്റിയ നേതാക്കളിട്ട് വളർന്നു വന്നിട്ടുമില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ VS ഓർമ്മയായിരിക്കുന്നു. നമുക്ക് ആദ്യം VSലൂടെ തന്നെ ഒന്ന് സഞ്ചരിക്കാം. VSൻ്റെ നാട്ടുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിനെ നേരിട്ടറിയുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഇടതുപക്ഷ സഹയാത്രികനാണ്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അഡ്വക്കേറ്റ് കെ വിജയകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. കോൺഗ്രസിൽ നിന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഗാന്ധി ദർശൻ വേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സുരേഷ് ബാബു ഇളയാവൂർ, BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, 3 പേരും നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് വിജയകുമാറിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണല്ലോ കണ്ണൂരിൽ, അങ്ങ് ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിൻ്റെ മണ്ണിൽ വന്ന് VSനെ കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റിയ, അദ്ദേഹത്തെ കണ്ടും കേട്ടും വളർന്ന വിജയകുമാറിൽ തുടങ്ങാം. പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. വിജയകുമാർ, എങ്ങനെയാണ് VS ഇപ്പം ഓർമ്മയായിരിക്കുന്നു നമ്മുടെ മുന്നിൽ? അദ്ദേഹം ഇല്ല. അദ്ദേഹം മരിച്ചിട്ടും വിവാദങ്ങളൊന്നും കെട്ടൊടുങ്ങുന്നില്ല. താങ്കളുടെ മനസ്സിലുള്ള VS എന്താണ്? പ്രധാനമായിട്ട് ഞാൻ സഖാവ് AV കുഞ്ഞമ്പുവിൻ്റെ മകനാണ്, മൂത്ത മകൻ. അച്ഛനും അതുപോലെ സഖാവ് VSഉം രണ്ടുപേരും CPMൻ്റെ നാഷണൽ കൗൺസിലിലെ അംഗങ്ങളായിരുന്നു, സഹപ്രവർത്തകരായിരുന്നു. അതിനേക്കാൾ പ്രധാനമായിട്ട് 1940 അച്ഛൻ്റെ പേരിൽ ഇവിടെ ഒരു കേസ് വന്നപ്പോൾ, മൊറാഴ കേസ് 42ലാണ് മൊറാഴ കേസ് വന്നപ്പോൾ അച്ഛൻ ഒളിവിൽ പോയി. അച്ഛൻ്റെ പേര് കൃഷ്ണൻ നായർ എന്ന് മാറ്റിയിട്ട് പാർട്ടിയുടെ പ്രവർത്തനം ആലപ്പുഴ ജില്ലയിലേക്ക് മാറ്റി. ആലപ്പുഴയാണ് അച്ഛൻ്റെ കേന്ദ്രം. ആ സമയത്ത് അച്ഛനേക്കാൾ ഏതാണ്ട് 16 വയസ്സ് കുറവാണ് VS. അതുപോലെ അതേ പ്രായക്കാരിയാണ് എൻ്റെ അമ്മയും. അമ്മ അന്ന് മഹിളാ സംഘത്തിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിലുള്ളതാണ്. അപ്പോൾ അമ്മയും അച്യുതാനന്ദനും തൊട്ട അയൽവക്കാണ്. അതായത് കന്നിട്ടപ്പാടത്തിൻ്റെ ഇപ്പുറത്ത് അമ്മയും അപ്പുറത്ത് അച്യുതാനന്ദനുമാണ്. അങ്ങനെയുള്ള ഒരേ സ്കൂളിൽ ഒന്നിച്ച് രാവിലെ പോകുന്ന 2 സതീർത്ഥ്യരാണ് അവർ. അതുപോലെ ഈ പ്രസ്ഥാനത്തിൽ വന്നതും ആദ്യഘട്ടത്തിൽ ഒന്നിച്ചാണ്. അതുകൊണ്ട് തന്നെ അമ്മ അതുപോലെ VSഉം ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ P കൃഷ്ണപിള്ളയാണ് ഇവരെ കണ്ടെത്തുന്നത്. ഇവർ രണ്ടുപേരെയും പ്രസ്ഥാനത്തിൽ സജീവമായി കൊണ്ടുവരുന്നതും P കൃഷ്ണപിള്ളയാണ്. 40കളിൽ അച്ഛൻ അവിടെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഒളിവിൽ പോയപ്പോൾ ആ ഒളിവിലിരുന്നു കൊണ്ട് നടത്തിയ പാർട്ടി ക്ലാസ്സുകളിൽ ഏതാണ്ട് എല്ലാ ദിവസവും പങ്കെടുക്കുന്ന 2 പേരായിരുന്നു അമ്മയും അതുപോലെ തന്നെ VSഉം. ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും പാർട്ടി രംഗത്തേക്ക് മഹിളകളെ കൊണ്ടുവന്നതിൽ ഒന്ന് അമ്മയും അച്ഛനുമായി പ്രണയത്തിലാവുകയും പിന്നീട് അമ്മയെ അച്ഛൻ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ അച്ഛൻ അവിടെ ഒളിവിൽ കഴിയുമ്പോഴാണ് കണ്ടെത്തിയതും പ്രണയിച്ചതും കല്യാണം കഴിച്ചത്. അതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് കല്യാണം കഴിച്ചുവെങ്കിലും വളരെ നാളുകൾക്ക് ശേഷമാണ് അവരുടെ ആദ്യ രാത്രിയൊക്കെ. അത് പിന്നെ അത് വേറൊരു കഥയാണ്, ഒരു ചരിത്ര ഒരു ദിവസം. ഈ ഒന്നിച്ച് ഇങ്ങനെ വന്ന് ഈ അടുപ്പത്തിലാവുകയും അതേ തുടർന്ന് VSുമായിട്ട് വളരെ അടുത്ത ബന്ധം വരികയും VSൽ ഉള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ തീപ്പൊരി ഉണ്ടല്ലോ, മനുഷ്യത്വപരം, അത് കണ്ടെത്തുന്നത് ശരിക്കും P കൃഷ്ണപിള്ളയാണ്. അത് കഴിഞ്ഞ് അമ്മയെയും P കൃഷ്ണപിള്ള VSനെയും പാർട്ടിയുടെ രംഗത്ത് മുന്നണിയിലേക്ക് കൊണ്ടുവന്നു. അച്ഛൻ അതുപോലെ കരിവള്ളൂർ സമരത്തിൽ 46 വീണ്ടും ഒളിവിലായി.
അങ്ങനെ ഒരു നീണ്ട ഇതാണ്. അപ്പോൾ അതിനു മുമ്പായി കല്യാണം കഴിച്ച് അമ്മയെ കരിവള്ളൂരിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കരിവള്ളൂരിൽ വെച്ച് അമ്മ എൻ്റെ നേരെ മൂത്ത ചേച്ചിയെ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അച്ഛൻ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതും അവിടെ നിന്ന് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പച്ചവലയിൽ കെട്ടിക്കൊണ്ടുപോവുകയാണ്. പക്ഷെ പിന്നീട് ജീവനോടെ വന്നു. അമ്മ അവിടെ നിന്ന് തിരിച്ച് പിന്നെ കാന്തലോട്ട് കുഞ്ഞമ്പൂവിൻ്റെ അടുത്ത് പോയി ഭാര്യയോട് ഒരു ചില്ലറ പൈസ വാങ്ങിയിട്ട് നേരെ ആലപ്പുഴക്ക് വരികയാണ് ചെയ്യുന്നത്. അച്ഛൻ മരിച്ചു എന്നാണ് ധാരണ. പക്ഷെ അങ്ങനെ മരിച്ചുവെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ച് വരികയാണ്, നടന്നു വരുന്നത് അവിടെയാണ്. അങ്ങനെ ഒരു ലൈഫായിരുന്നു അമ്മയുടേത്, വല്ലാതെ. പക്ഷേ അമ്മയ്ക്കും അച്ഛനും ഒപ്പമുള്ള വി എസിനെ നിങ്ങളുടെ ഒരു ഓർമ്മകളിലെ വി എസ് എന്താണ്? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആ ബന്ധം എല്ലാ കാലത്തും വി എസ് സജീവമായി സൂക്ഷിച്ചു, മരണം വരെ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് തിരിച്ചു വരാം. ശ്രീ സുരേഷ് ബാബു ഇളയാവ്, രാഷ്ട്രീയമെല്ലാം അവിടെ നിൽക്കട്ടെ, വി എസ് എന്ന ആ വിപ്ലവ മനുഷ്യൻ ജീവിതത്തിലുടനീളം സന്ധിയില്ലാതെ സമരം നടത്തിയൊരു മനുഷ്യനാണ്, അകത്തും പുറത്തും. താങ്കൾ ഒരു രാഷ്ട്രീയത്തിനപ്പുറം താങ്കൾ കണ്ട ഒരു വി എസ് എങ്ങനെയാണ്? രാഷ്ട്രീയത്തിനപ്പുറത്ത് വി എസിനെ എന്നെ പോലുള്ള ഒരാൾ കണ്ടില്ല എന്ന് പറയുന്നില്ല. അല്ല, അതിനൊരു വിഷയമുണ്ട്. ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫ്രെയിമിനുള്ളിൽ നിന്ന് കാണുമ്പോൾ എത്ര നല്ലതിനെയും ചിലപ്പോൾ എന്താക്കും ബെടക്കാക്കിയിട്ട് മനുഷ്യൻ കാണും. അത് പൊതുവേ കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഒരാൾ എത്ര നല്ലത് ചെയ്താലും ആ നല്ലതിൽ എവിടെയാണോ ഒരു ന്യൂനത അതിനകത്ത് പിടിച്ചാൽ തുടങ്ങുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, രാഷ്ട്രീയത്തിനപ്പുറം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് സുരേഷ് ബാബു എന്ന ഒരു ഗാന്ധിയൻ, ഒരു വിപ്ലവ പാർട്ടിയുടെ വിപ്ലവ നേതാവ് എന്ന് പറയാവുന്ന ആ വി എസ് അച്യുതാനന്ദനെ എങ്ങനെ കാണുന്നു? വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം വിരാജിച്ച ഒരു വലിയ മനുഷ്യനാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൽ തന്നെ എന്നെ ആകർഷിച്ച രാഷ്ട്രീയത്തിനപ്പുറം എന്ന് ഞാൻ ചെറിയൊരു കണക്ഷൻ കാണും. 3 മുഹൂർത്തങ്ങൾ വി എസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട രീതി ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ, അല്ലെങ്കിൽ അതിനപ്പുറത്തും അദ്ദേഹം ഒരു അത്ഭുതം സൃഷ്ടിച്ചതായിട്ടാണ് അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. 3 അതിലൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാട്, ശ്രീമതി രമയെ കാണാൻ അദ്ദേഹം വരുന്ന ആ ഒരു വരവ്, സത്യം പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ അമർഷത്തിൻ്റെ തീപ്പൊരിയും സംഘർഷവും എല്ലാം നിലനിൽക്കുമ്പോൾ അദ്ദേഹം വന്ന ആ വരവ്, സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇപ്പോൾ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ശക്തിയായിട്ടാണ് അത് കാണുന്നത്. ഒന്ന്. പിന്നെ രണ്ടാമത്, സമീപ ദിവസങ്ങളിൽ നമ്മുടെ മുൻ MLA CPM-ൻ്റെ നേതാവ് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ എഴുതിയ 2015 ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് അത് ഇപ്പോഴും എൻ്റെ കണ്ണിന് മുമ്പിലുണ്ട്. അദ്ദേഹം ആ വേദിയിൽ അതിൻ്റെ ഉള്ളിൽ നടന്നത് എനിക്കറിയില്ല. അതിപ്പോൾ ശ്രീ സുരേഷ് കുറുപ്പ് പറഞ്ഞപ്പോഴാണ് അതിനുള്ളിൽ നടന്ന സംഘർഷം ഇതാണെന്ന് അറിയുന്നത്. പക്ഷേ അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ആ യാത്ര, അല്ലെങ്കിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന ഒരു എന്താ പറയേണ്ടത്, പരാജയപ്പെട്ടെങ്കിലും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന ഒരു ഔദ്ധത്യവും അല്ലെങ്കിൽ ശരീര എടുപ്പോടു കൂടിയാണ് അദ്ദേഹം വരുന്ന ആ രംഗം. മറ്റൊന്നുള്ളത്, അദ്ദേഹം ആലപ്പുഴയിൽ പരാജിതനായി MLA അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് അടുത്തെത്തി എന്ന സന്ദർഭത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടല്ലോ. നമുക്കെല്ലാം മാരാരിക്കുളത്ത് നമ്മളെല്ലാം വന്ന് പാടിയതാണ് മാരാരിക്കുളത്തിൽ അങ്ങനെ അത്. പക്ഷെ ആ മാരാരിക്കുളത്ത് അദ്ദേഹത്തിൻ്റെ കൗണ്ടിങ്ങിൽ അദ്ദേഹം പരാജിതനായി പുറത്തേക്ക് വരുന്ന ആ സന്ദർഭം, അത് കേരളത്തിലെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിട്ടുപോയ ശ്രീ ഉമ്മൻചാണ്ടി അങ്ങനെ ഉൾപ്പെടെയുള്ള ആ സമശീർഷരായ നേതാക്കന്മാരിൽ കണ്ട ചില സൂചനകൾ, അല്ലെങ്കിൽ അതിൻ്റെ ചില പ്രതിസ്ഫുരണങ്ങൾ സഖാവിൽ കണ്ടത്, അല്ലെങ്കിൽ ശ്രീ വി എസ് പൊളിറ്റിക്കൽ ലെവലുണ്ട്. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഹരിദാസ് യുവ നേതാവാണ്, ശരിക്കും വലിയ ചെറുപ്പമാണ്, ഇപ്പോഴും കാഴ്ചയിൽ കറുപ്പിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്നാലും എങ്ങനെ കാണുന്നു വി എസ് എന്ന വിപ്ലവ നേതാവിനെ? ഒന്ന്, കാരണം എന്താ വെച്ചാൽ ഹരിദാസ് വരുന്ന മണ്ണ് വല്ലാത്തൊരു മണ്ണാണ്. കൊണ്ടും കൊടുത്തും വളർന്നു വന്ന മണ്ണിൽ ഈ വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനെ നിങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് വി എസിൻ്റെ പ്രത്യയശാസ്ത്രത്തോടൊക്കെ വിരോധമുണ്ടാകും. പക്ഷെ വി എസ് എന്ന വ്യക്തി
കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ മനുഷ്യ മനസ്സുകളെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കേരളീയ നന്മയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് രാഷ്ട്രീയ എതിരഭിപ്രായമൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ, അദ്ദേഹം ഇവിടെ എഴുതി പിടിപ്പിച്ചിട്ടുള്ള അതേ ഓർമ്മകൾ ബാക്കി വെച്ച് പോയിട്ടുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ പഠന വിഷയമാക്കേണ്ടത്. കാരണം അവരൊക്കെ സ്വായത്തമാക്കേണ്ട കാര്യം. കാരണം നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ചെറുപ്പകാലം മുതൽ 4ാം വയസ്സിൽ തന്നെ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ അമ്മ നഷ്ടപ്പെടുന്നു, 7ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ നഷ്ടപ്പെടുന്നു. എന്നിട്ടും ജീവിതത്തോട് പോരാടി വന്നിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. വലിയ ഉന്നത വിദ്യാഭ്യാസമൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കർക്കശമായ നിലപാടുകൾ, ആ നിലപാടുകളാണ് വി എസിനെ വി എസ് ആക്കിയിട്ടുള്ളത്. പാർട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ എതിരഭിപ്രായം പറയുമ്പോൾ തൻ്റെ നിലപാടുകൾക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. തൻ്റെ നിലപാടുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ പാർട്ടിയിൽ ഏറെ കുരിശിലേറ്റിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് വി എസ്. പാർട്ടി നിലപാടല്ല എൻ്റെ നിലപാട് എന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം 2004 എനിക്ക് തോന്നുന്നു 2004 തോന്നുന്നു നമ്മുടെ മീഡിയാസൊക്കെ വരുന്നത്. മീഡിയാസിൻ്റെ ആവിർഭാവം 2004. 2006 ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കില്ല എന്നൊരു വിഷയം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഷാജഹാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെങ്ങനെ ഈ പൊതുസമൂഹത്തെ അറിയിക്കണമെന്ന് ചോദിച്ചാൽ പ്രക്ഷോഭത്തിലൂടെ അറിയിക്കണമെന്ന് ഷാജഹാനൊക്കെ തീരുമാനമെടുക്കുന്നു പറയും. ഷാജഹാൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇറങ്ങുകയാണ്. ആ ജനങ്ങൾ ഇറങ്ങിയിട്ടാണ് വി എസിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ടി വരുന്നത്. ജനങ്ങളുടെ നേതാവാണ് അന്ന് ബോധ്യമായിങ്ങനെ. സ്വാഭാവിക രാഷ്ട്രീയത്തിന് അപ്പുറത്തായിട്ട് പൊതുസമൂഹത്തിലെ, കാരണം നന്മകൾക്ക് വേണ്ടി നിന്നിട്ടുണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ. അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, എന്താണ് നമ്മുടെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകളെ കയ്യാമം വെച്ച് പൊതുമണ്ഡലത്തിലൂടെ നടത്തിക്കൊണ്ടുപോകും. അത് വലിയ വലിയ മെസ്സേജാണ് കൊടുത്തത്. ഇന്നത്തെ ആധുനിക കാലത്ത് വലിയൊരു മെസ്സേജാണ് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകൾ. അതുപോലെ അഴിമതിക്കെതിരായിട്ട് അദ്ദേഹം കർക്കശമായ നിലപാടെടുത്തു. മുന്നാർ പോയിട്ട് അയാൾ, നമുക്കറിയാം, വയൽ നികത്തുന്നതിനായിട്ട് വന്നപ്പോൾ അവിടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു, മുഖ്യമന്ത്രി ആയാലും ശരി കയ്യും കാലും കൊത്തുമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ആയാലും കയ്യും കാലും കൊത്തും ഇവിടെ വന്നാൽ എന്ന് പറഞ്ഞ്. കാരണം നെൽവയൽ നികത്തുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വാഭാവികം നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിരവധി സംഘടനകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലത്തെ സംഘടനകളുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഒരൊറ്റയാൻ പോരാട്ടം നടത്തി കേരളത്തിൽ, നിയമസഭക്കകത്തും പുറത്തും. വിജയകുമാർ, ഈ വി എസിന്റെ ജീവിതത്തിൽ വി എസ് പറയുന്നുണ്ട്, ഈ അമ്മ മരിക്കുന്നത് ഒരു വയൽവരമ്പിലെ വസൂരി പിടിച്ചിട്ട് ആ കൂരക്കുള്ളിൽ അമ്മ ഒച്ചത്തിൽ കരയുമ്പോൾ, അതുപോലെ അച്ഛനോട് അമ്മയെ കാണണമെന്ന് പറയുമ്പോൾ ദൂരെ നിന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗവും, അവസാനം മരിച്ചു കഴിഞ്ഞാൽ കൂരക്ക് തീയിടുന്നതും, അന്നാണ് ദൈവം എന്ന ഒരു സങ്കല്പത്തെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ ഒരു ദൈവമില്ല എന്ന് തോന്നുന്നതിലേക്കൊക്കെ എത്താൻ. ഇത്തരം സംഭവങ്ങളിലൂടെയൊക്കെ നിങ്ങളുടെ അമ്മ പങ്കുവെച്ച അല്ലെങ്കിൽ അച്ഛൻ പങ്കുവെച്ച ഓർമ്മകൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ? അത് അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൻ്റെയും കൂടി ഒരു പ്രശ്നമുണ്ട്. 100 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മസൂരിയോട് ആളുകൾ പ്രതികരിച്ചിരുന്നൊരു രീതിയുണ്ട്, ഒറ്റപ്പെടുത്തുക. അമ്മയാണെങ്കിലും അച്ഛനായാലും കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും ഏതെങ്കിലും ഒരു വയലേലയിൽ ആരും എത്ര ശ്രമിച്ചാലും പോകാൻ കഴിയാത്ത തരത്തിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന്റെ എപ്പോഴെങ്കിലും ഇത്രയും നിങ്ങൾക്കൊക്കെ ഇത്ര വ്യക്തമായി അറിയാവുന്ന വി എസ്, അദ്ദേഹത്തെ പോലുള്ള ഇപ്പോൾ ഇവരെല്ലാം ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഏക വാക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ്. വി എസിനെ പോലുള്ള ഒരാളെ കുറിച്ച് ഈ പറയുന്ന ഈ ചെറിയ കുട്ടികൾ എന്ന് പറയാമോ, അവർ പറഞ്ഞിട്ടില്ല, പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ വിവാദങ്ങൾ, പക്ഷെ പറയാതെ ഇത്രയും ഇതിങ്ങനെ നിൽക്കുമോ, ഇവരൊക്കെ ഇങ്ങനെ പറയുമോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതാണ്. ഇപ്പോൾ എതിരായ രാഷ്ട്രീയ ധാരണകളുള്ളവർക്ക് പോലും വി എസിലടങ്ങിയ മനുഷ്യത്വത്തെ സംബന്ധിച്ചും അതിലെ പോരാളിയെ സംബന്ധിച്ചും നല്ല അഭിപ്രായം. മനുഷ്യത്വം മാത്രമല്ല, വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയെ എതിർകക്ഷികൾ പോലും അംഗീകരിക്കുന്നൊരു സ്ഥിതി. അപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് പൊതുവായി സമ്മേളനത്തിൽ ഉയർന്നു വന്ന കുറേ പ്രശ്നങ്ങൾക്ക് ജനറലായി ഒരു കമൻറ്റ് അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ മാത്രമല്ല പലരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഒരു പകുതി എന്നുള്ള നിലയിൽ 2 വീക്ഷണങ്ങൾ തമ്മിലുള്ളൊരു യുദ്ധമായിരുന്നു. അതിൽ വി എസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് ഒരിക്കലും അതിൽ ഉയർന്നു വന്നിട്ടില്ല. ഞാനത് വിശദമായി അന്വേഷിച്ചതാണ്. ജനറലായി വന്ന കമൻറ്റിൽ ഇത്തരത്തിൽ പാർട്ടിക്കെതിരായി നിൽക്കുന്നവരെ
വെറുതെ വിട്ടുകൂടാ എന്നുള്ള തരത്തിൽ അതായത് വി എസിനെ വെറുതെ വിട്ടുകൂടാ, കാരണം വി എസ് എന്ന പാർട്ടി വിരുദ്ധ അതെ, നിലപാടാണെന്നുള്ളത്. അത് വി എസ് മാത്രമല്ല, അക്കൂട്ടത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള പലരെയും ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു സ്വരാജ് പിന്നീട് ആ കാര്യത്തെ പറ്റി ഒരു വിശദാംശം പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ അങ്ങനെ വി എസിനെ പോലെ വളരെ വ്യക്തമായി പറഞ്ഞു നേതാവിനെ ഞാൻ അങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്തേ ഇതുവരെ എന്നോട് ഇത് ചോദിക്കാതിരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ളത്. അതെ, അതുണ്ട്. സ്വരാജിനെ പോലെ ഒരാളൊരിക്കലും വി എസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയില്ല. പക്ഷേ സ്വരാജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഷാജ്ഞാനം, അതിൻ്റെ പ്രയോഗം, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു തരം അതൊക്കെ ആ പ്രയോഗത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വാക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല, വാക്ക് വരാം, പക്ഷേ അത് വി എസിനെ ഉദ്ദേശിച്ചായിരിക്കണം എന്നില്ല. അതാണ് സംഭവം, അതാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും വി എസിനെ പോലെ ഒരാളെ, കാരണം ഞങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം അതാണ്, വി എസിനെ പോലൊരാളെ ഇരുത്തിക്കൊണ്ട് അങ്ങനെ ഒരു വാക്ക് പോലും പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ അന്നേരത്തെ അത് സ്വരാജിനെതിരായിട്ട് ഉയർന്നു വരുന്ന വിമർശനത്തിൻ്റെ കത്തി എന്ന് പറയുന്നത് സ്വരാജിനെതിരായിട്ടൊന്നുമല്ല, അതൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുഴുവനെതിരായിട്ട്. ഉദാഹരണമായിട്ട് ഉമ്മൻചാണ്ടി മരിച്ച ഉടനെ തന്നെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ MLA ക്വാർട്ടേഴ്സിൽ താമസിച്ചാണ് എൻ്റെ LLB പാസ്സായത്. ഞാൻ 8ാം നമ്പർ മുറിയിൽ അച്ഛൻ്റെ ഓസിനാണ്, അച്ഛൻ്റെ കൂടെ താമസിക്കുന്നു. 4ാം നമ്പർ മുറിയിൽ AK ആൻ്റണി താമസിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും AK ആൻ്റണി വാതിൽ തുറക്കുന്ന സമയത്ത് തന്നെയാണ് അച്ഛനും വാതിൽ തുറക്കുക. രണ്ടുപേരും സമയനിഷ്ഠയിൽ വളരെ കാര്യമായ കാർക്കശ്യം പുലർത്തുന്നവരാണ്. രണ്ടുപേരും നടന്ന് സെൻറ്ററിലേക്ക് വന്നിട്ട് ഒന്നിച്ചാണ് ക്യാൻറ്റീനിലേക്ക് പോകുക. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് എല്ലാ ദിവസവും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഭക്ഷണം കിട്ടും, ഇല്ലെങ്കിൽ അച്ഛൻ എനിക്ക് 100 രൂപ തരുള്ളൂ. അപ്പോൾ രാവിലെ ചായ എനിക്ക് പുറത്ത് ലൈല ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള ഹോട്ടലിൽ നിന്നേ കഴിക്കാവുള്ളൂ. MLA ക്വാർട്ടേഴ്സിൽ പിന്നെ 2 രൂപ വില കൂടുതലാണ്, 2 രൂപയുണ്ട്. അതേസമയം ലൈല ഹോട്ടലിൽ 80 പൈസയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടുന്ന് കഴിക്കാൻ ഇതുള്ളൂ. അവർ ഒരു രൂപ 20 പൈസയാണ് ഭക്ഷണത്തിന്, ചോറിന്. അപ്പോൾ എനിക്ക് MLA ക്വാർട്ടേഴ്സിന് 2.25 രൂപയാണ്. അപ്പോൾ 1.20 കൊടുത്ത് അവിടുന്ന് കഴിക്കാവുള്ളൂ. പക്ഷെ അച്ഛൻ വരുന്ന ദിവസം എനിക്ക് AK ആൻ്റണിയെ പോലെ ഉന്നതനായൊരു മനുഷ്യൻ്റെ കൂടെ അച്ഛനും ഞങ്ങൾ ഒന്നിച്ചാണ് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കും. അത്തരത്തിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നവരാണ് ഈ ലീഡർഷിപ്പിലുള്ള എല്ലാവരും. അവർക്ക് പരസ്പരം അവർ പിന്നെ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് അവരുടെ പുറത്ത് കാണുന്നതല്ല, അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളല്ല. ഇപ്പോഴും ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ നമ്മളെ സംബന്ധിച്ച് എനിക്ക് വളരെ അടുത്തറിയുന്ന ആളാണ്. കാരണം KSന്റെ ലീഡർഷിപ്പിലായിരുന്നു ഉമ്മൻചാണ്ടി, SFIയുടെ ലീഡർഷിപ്പിലാണ് ഞാനുണ്ടായിരുന്നത് ആലപ്പുഴയും അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരത്തും. ഒരു ഘട്ടത്തിൽ, അതായത് 10-50 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഇങ്ങനെ പിന്നെ വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അതെല്ലാം വിട്ടിട്ട്, MK ദാമോദരൻ്റെ പെറ്റ് ജൂനിയറായിരുന്നു. അതെല്ലാം വിട്ടിട്ട് അച്ഛൻ എൻ്റെ താഴെയുള്ള 5 മക്കൾ, 5 അനുജന്മാരും അനുജത്തിമാരും, അവരെ നോക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് ഞാൻ കരുവള്ളൂരേക്ക് തിരിച്ചു വരികയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവരെല്ലാം അറിയാം, എല്ലാം പേഴ്സണലായിട്ട് അറിയാം. ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് സ്വരാജ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാനുള്ള സാധ്യത നിങ്ങൾ തള്ളിക്കളയുന്നു. അല്ല, അങ്ങനെയല്ല, അങ്ങനെ ഒരു പ്രയോഗം ഭാഷാ പ്രയോഗത്തിൽ വന്നു പറ്റിയ ഒരു അബദ്ധമാകാനുള്ള സാധ്യതയും അല്ല. ഭാഷാ പ്രയോഗത്തിൽ അത് VSനെ ലക്ഷ്യം വെച്ചാണ് എന്നുള്ളൊരു വിമർശനം വന്നതാണ് അതിലത്തെ തെറ്റ്. ശരിക്കും പറഞ്ഞാൽ അതല്ല, അങ്ങനെ ഒരു പ്രയോഗമേ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അതിന് പകരം VS എന്ന് പറയുന്ന സമുന്നതനായ ഒരു നേതാവിനെ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ ഒരു വികാരം ഉണ്ടല്ലോ, VS എന്ന് പറയുന്ന അനുകൂല വികാരം. ആ വികാരം പെട്ടെന്ന് തിളച്ചുപോയി. അത് ആ വ്യക്തിക്കെതിരായിട്ട് വന്നു. ശരിക്കും അങ്ങനെയല്ല, അതിൽ നിന്നും വ്യത്യസ്തമാണ് അന്നുണ്ടായിരുന്ന പ്രയോഗങ്ങളൊക്കെ. ആ പ്രയോഗം എന്തെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട പ്രയോഗം? അല്ല, ഞാൻ അന്ന് സമ്മേളനത്തിൽ ഞാനില്ല. അല്ല, ഇല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞല്ലോ വ്യത്യസ്തമാണ് പ്രയോഗങ്ങൾ. അതെ, പ്രയോഗം ഇപ്പം താങ്കൾ പറയുന്നു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് ഉപയോഗിക്കാൻ VSനെ ചൂണ്ടി പറയാനുള്ള അത്രയും ധൈര്യമൊന്നും സ്വരാജിനില്ല. അങ്ങനെ സംഭവിക്കില്ല അല്ലേ? ധൈര്യമില്ല എന്നാണോ? ധൈര്യമില്ല എന്നല്ല, അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ ഒരാളുടെ ധൈര്യം അല്ല, VSനെ പോലുള്ള ഒരാളെ ചൂണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് തരേണ്ടതാണ് എന്ന് ഒരിക്കലും പറയാനുള്ള സ്വരാജ് പറയില്ല. നമുക്ക് തിരിച്ചു വരാം. സുരേഷ് ബാബു, ഒരു ചെറിയ കാര്യം. ഇപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞ 3 ഇൻസിഡൻസും നിങ്ങളൊരു പൊളിറ്റിക്കൽ ഫ്രെയിമിലുള്ള കഥകളാണ് പറഞ്ഞത്, സംഭവങ്ങളാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ കണ്ട VSനെ കുറിച്ച് എൻ്റെ ഒരു ചോദ്യം. നിങ്ങൾ കറക്റ്റ് പൊളിറ്റിക്കലായിട്ട് 3 ഇൻസിഡൻറ്റ്, പാർട്ടിക്കുള്ളിലെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളാണ് 3. താങ്കൾ കറക്റ്റ്, വളരെ രാഷ്ട്രീയക്കാരുടെ ഒരു നല്ല ബുദ്ധിയാണ് ആ പ്രയോഗങ്ങൾ 3, വളരെ കൃത്യമായിട്ടുള്ളൊരു ഏറെ. അതിനപ്പുറത്തേക്ക് താങ്കൾ കണ്ട VS ഉണ്ട്? അതിനപ്പുറത്തേക്ക് എന്നെ VS ആകർഷിച്ച 2-3 കാര്യമുണ്ട്. പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട വക്കീലിനോട് ചെറിയൊരു വിയോജിപ്പിച്ചുകൊണ്ട് പറയട്ടെ.
എന്തായാലും തീയില്ലാതെ പോയിണ്ടാവില്ല. 2012, 2015 അതിനെ എൻഡോസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം 2 ദിവസം VS ഓർമ്മയായിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആ ദിവസത്തിൻ്റെ മണിക്കൂറുകൾക്കിടയിൽ മാതൃഭൂമി പോലുള്ള ഒരു വലിയ പത്രത്തിൽ, അതും വളരെ VSൻ്റെ ഒരു സഹയാത്രികൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന മനസ്സുള്ള സുരേഷ് കുറുപ്പിനെ പോലുള്ള ഇത്രയും പെരുപ്പൻകോട് അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ തീർച്ചയായും അവർ രണ്ടുപേരും അങ്ങനെ പറയുമ്പോൾ വക്കീലിനോട് സ്നേഹബുദ്ധിയാ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു, അത് അവിടങ്ങളിലെല്ലാം നടന്നതാണ്. അത് പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞതുപോലെ അത് നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷെ അത് പ്രത്യക്ഷത്തിലും പരോക്ഷമായും ആ പണിഷ്മെൻറ്റിൻ്റെ സൂചനകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാരാരിക്കുളത്തെ പരാജയം. എവിടെയാണ് പരാജയപ്പെടുന്നത്? ഈ പറയുന്ന ചുടുകാട്ട് നിൽക്കുന്ന ആലപ്പുഴയിൽ മാരാരിക്കുളത്ത് അദ്ദേഹം പരാജയപ്പെടുമെന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷത്തിലുള്ള പരാജയപ്പെടുത്തലല്ല, പണിഷ്മെന്റിന്റെ ഭാഗം തന്നെയാണ്. ഒന്ന്. രണ്ട്, താങ്കൾ സൂചിപ്പിച്ച 2 കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്. പിന്നെ BJP പ്രതിനിധി പറഞ്ഞതുപോലെ എനിക്ക് പാർട്ടി എന്ന നിലയിൽ, അതുപോലെ തന്നെ കോൺഗ്രസിലെ ചില നേതാക്കന്മാരെ അദ്ദേഹം കുറ്റപ്പെടുത്തിയതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ മരണാനന്തര ചടങ്ങിൽ ഞാൻ അദ്ദേഹത്തിന് താങ്കൾ ചോദിച്ചത് നല്ല ചോദ്യമാണ്. അത് എന്നെ ഇഷ്ടപ്പെടുത്തിയത്, നല്ല എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ ആഗ്രഹം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഈ മനുഷ്യരിലെ മനുഷ്യത്വത്തെ ഇത്രയേറെ പ്രകീർത്തനം ചെയ്ത ഒരു നേതാവ് വേറെ ഇല്ല എന്നുള്ളത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായ TP, അതൊരു വലിയ, അത് മാത്രമല്ല പല സംഘർഷങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യത്യസ്തമായിരുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചില പിന്നെ വാക്കുകളിലൂടെയെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന്, ഈ പിന്നെ പ്രകൃതിക്ക് വേണ്ടി, മണ്ണിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ പോരാട്ടം. അതെനിക്ക് ഓർമ്മ വരുന്നു. സുഗതകുമാരി ടീച്ചറാകട്ടെ, MP വീരേന്ദ്രകുമാർ ആവട്ടെ, സുകുമാർ അഴീക്കോടാകട്ടെ, അവരെല്ലാം ആ കാലഘട്ടങ്ങളിൽ പിന്നെ ഇദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർത്ത് പ്രവർത്തിച്ച ഒരു വലിയ സാംസ്കാരിക നിര കൂടി. ഒരു ചോദ്യം, ഈ കണ്ണൂരിൽ എപ്പോഴും കണ്ണൂരിൻ്റെ രാഷ്ട്രീയം നമുക്ക് മറക്കാൻ പറ്റില്ല. കൊണ്ടും കൊടുത്തും വളർന്ന ഒരു പശ്ചാത്തലമുള്ള ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നൊരാളാണ് താങ്കൾ. ആ കാലഘട്ടത്തിലേക്ക് VSന്റെ നിലപാടുകൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ താങ്കൾ? ആ സമയത്ത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്? VS ഒരിക്കലും കണ്ണൂരിലെ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പോലും VS ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ സമീപനം സ്വീകരിച്ചിട്ടില്ല. നിലവിലെ കണ്ണൂരിലെ ആളുകളാണ് കേരളത്തെ, ഞാനങ്ങനെ പറഞ്ഞ കണ്ണൂരിൽ നിന്ന് പോയ നേതാക്കന്മാരാണ് കേരളത്തിലെ മൊത്തം സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടായത്. അവിടെയൊന്നും VSന്റെ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാൻ കഴിയില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് പോലും കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ TP ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ അവരെ ഭാര്യയെ ചേർത്ത് പിടിക്കാനായിട്ട് ഈ എതിർപ്പൊക്കെ ഉണ്ടായിട്ട് ഒഞ്ചത്തേക്ക് വരുമായിരുന്നില്ല. പിന്നെ വക്കീലിനോട് ചെറിയൊരു വിയോജിപ്പ് ഞാൻ പറഞ്ഞ, ഇപ്പം പാലക്കാട് മലപ്പുറത്ത് നടന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അന്ന് ക്യാപിറ്റൽ പനിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ സ്വരാജ് ഉണ്ടല്ലോ, ആ സ്വരാജിന്റെ പിന്നീട് വളർച്ചയാണ് നോക്കണ്ടേ. അതുവരെ സ്വരാജ് എവിടെയല്ല, സ്വരാജിന് ഘട്ടം ഘട്ടമായ വളർച്ചയാണ് പിന്നെ ഉണ്ടായത്. ഇപ്പൊ അടുത്ത് സ്ഥാനാർത്ഥിയാക്കി. പിന്നെ മറ്റൊരു കേസുണ്ട്, നമ്മുടെ ക്യാപിറ്റൽ പനിഷ്മെന്റ് പോലെ തന്നെയാണ് ഷാജഹാൻ പറഞ്ഞൊരു മറ്റൊരു കാര്യമുണ്ട്. VS കടന്നു വരുന്ന വഴിയിലൂടെ കാല് വെച്ച് വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അല്ല, അത് വലിയ വിവാദമായിരുന്നു. VS വലിയൊരു ആരവത്തോടെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഒരു പയ്യന്നൂരുള്ള മുൻ MLA, അദ്ദേഹം പേരെടുത്തോടെ പയ്യന്നൂരിലെ മുൻ MLA, കണ്ണൂർ ജില്ലക്കാരനാണ്, അദ്ദേഹം കാല് വെച്ചു, കാല് തട്ടി മാറ്റുവാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ VS മൂക്കുകുത്തി വീഴുകയും ഈ 100 ആളും VSന്റെ മേലെ വീഴുകയും അതൊരു ക്യാപിറ്റൽ പനിഷ്മെന്റ് ആണ്. ഏത് രീതിയിലും ആവാം ക്യാപിറ്റൽ പനിഷ്മെന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും VSനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് എതിരാളികളല്ല, VSന്റെ ഉള്ളിൽ നിൽക്കുന്ന, VSനോട് ചേർന്ന് നിൽക്കുന്ന എന്ന് പറയാൻ സാധിക്കും. VS വിശ്വസിച്ച് പോയ പാർട്ടി തന്നെയാണ്. VSന്റെ അവസാന ദിവസം ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഈ കഴിഞ്ഞ ജൂൺ മാസം 23-നാണ് VS അഡ്മിറ്റ് ആവുന്നത് അല്ലേ, തിരുവനന്തപുരത്തെ പോലത്തെ ഒരു ഹോസ്പിറ്റലിൽ. പാർട്ടിക്ക് ഏറ്റവും ശക്തമായ ഒരു അടിവേരുള്ള സ്ഥലമാണ്. VS കുറേ കാലം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സ്ഥലമാണ്, AKG സെന്ററുള്ള സ്ഥലമാണ് ഈ പറയുന്ന ഈ ഹോസ്പിറ്റലിന്റെ പരിസരം. അവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ കടന്നാൽ എത്ര നേതാക്കന്മാർ അവിടെ ഉണ്ടാവും? അല്ലല്ല, എന്ത് നിയന്ത്രണം? ഞാൻ പറയാം, കേരളത്തിലെ മുഖ്യമന്ത്രി ഒറ്റ തവണയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തവണയാണ് കേരളത്തിലെ പാർട്ടി, അല്ല ഞാൻ കുറ്റം പറഞ്ഞത്, പാർട്ടി സെക്രട്ടറി പോയി. അപ്പൊ ഞങ്ങൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ VS എന്ന് പറയുന്ന വ്യക്തിയോട്
കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം നെഞ്ചിലേറ്റ് നടന്ന് അത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ച് ആ നിരവധി ആളുകളെ തൊഴിലാളികൾ ആകർഷ്ടരാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ 17ാമത്തെ വയസ്സിൽ കൃഷ്ണപിള്ളയുടെ മെമ്പർഷിപ്പ് മേടിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ നിരവധി തിക്താനുഭവങ്ങളുള്ള അങ്ങനെ ഒരു ഉന്മൂലനം ചെയ്യാൻ ആളുകൾ ആസൂത്രമായ നീക്കം നടത്തിയിട്ടുണ്ട്. അത് പാർട്ടിക്കുള്ളിലാണ് നടന്നിട്ടുള്ളത്. അത് ഇന്നത്തെ പാർട്ടിയുടെ ഞാൻ പറഞ്ഞിട്ട് 32 പേരാണ് കമ്മ്യൂണിസ്റ്റ്, ഞാൻ മനസ്സിലാക്കുന്നതാണ് 32 പേരാണ് കമ്മ്യൂണിസ്റ്റ് ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപപ്പെടുത്തുമുണ്ടായത്. 32ാമത്തെ ആളാണ് 17 വയസ്സുള്ള VS അച്യുതാനന്ദൻ. ഇനി ആരും അതിലില്ല. 32ാമത്തെ ആൾ കഴിഞ്ഞു. ആ മനുഷ്യനെ 80ാമത്തെ വയസ്സിലാണ് ഈ അപകടപ്പെടുത്താൻ നോക്കുന്നത്. ചെറിയ വയസ്സില്ല, 43ാമത്തെ വയസ്സിലല്ല, 80ാമത്തെ വയസ്സിലാണ് ഈ അപകടപ്പെടുത്താനുള്ള സമീപനം പാർട്ടിക്കുള്ളിലെ ഒരു ഗൂഢസംഘം അതിനുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാഥാർത്ഥ്യമാണ്. ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഇതൊക്കെ ഈ പറയുന്നതിനപ്പുറം എന്താണ് അതിന്റെ സംഭവം? അതായത് പയ്യന്നൂരിലുണ്ടായി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഞാനൊരു പയ്യന്നൂർക്കാരനാണ്. പയ്യന്നൂരിൽ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് അഭിഭാഷകനായി ജോലി ചെയ്ത ഒരാളാണ്. ഷാജഹാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എനിക്ക് അടുത്തറിയുന്നതാണ്. എൻ്റെ അനുജനാണ് കരിവള്ളൂർ മുരളി. അപ്പോൾ അവിടെ VS വന്ന സമയത്ത് അഭൂതപൂർവമായ ജനക്കൂട്ടമായിരുന്നു. ശരിക്ക് ഷാജഹാൻ അറിയാലോ, നല്ല അപ്പോൾ ഷാജഹാനാണ് ശരിക്കും VSനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോയത്. ഈ പ്രൊട്ടക്ഷനെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മറികടന്നുകൊണ്ടുള്ള ഒരുതരം ജനപ്രവാഹവും ഒരു വികാര പ്രകടനമാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ VSനെ സ്നേഹിക്കുന്നവരാണ് VSന് ചുറ്റുമുണ്ടായിരുന്നത്. ഈ MLA എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ചുറ്റുമുണ്ടായിരുന്ന പാർട്ടിയുടെ ലീഡർഷിപ്പിലുള്ള ആൾക്കാരാവട്ടെ, VSനെ സ്നേഹിക്കുന്ന മനുഷ്യരാവട്ടെ, അവരെല്ലാം VSനെ സംരക്ഷിക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷെ സംഭവിച്ചത് പുറകിൽ നിന്ന് വരുന്ന ഈ ഉന്തും തള്ളുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഞാൻ കുറച്ച് അകന്നിട്ട് നിൽക്കുകയാണ്. കാരണം ആ സമയത്ത് ഷാജഹാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരോ ഷാജഹാനെ അടിച്ചു എന്നാണ്. പക്ഷെ ശരിക്കും ഷാജഹാനെ അടിക്കുകയല്ല ചെയ്തത്. ഷാജഹാനെ മുമ്പിലുണ്ട്, പക്ഷെ VSൻ്റെ അടുത്തേക്ക് ആളുകളുടെ ജനക്കൂട്ടം വന്നപ്പോൾ അവരെ തടയാൻ ശ്രമിച്ചു. അത് മാത്രമാണ് അതിൽ. താങ്കൾക്ക് വ്യക്തിപരമായി ഷാജഹാനെ അറിയാം? നല്ല സൗഹൃദമുണ്ട്, നല്ല ബന്ധം. ഇപ്പോഴും ഉണ്ടോ സൗഹൃദം? അല്ല, ഇപ്പോഴില്ല. കാരണം വീട്ടിൽ വരാറില്ല. മുമ്പേ വീട്ടിൽ സ്ഥിരം വരുന്ന ഒരാളാണ്. VSന്റെ കൂടെയും വരും, അല്ലാതെയും വരും. കൂടെയും വരും, അല്ലാതെ. ഷാജഹാൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കളവ് പറയല്ലേ? ഷാജഹാൻ കളവ് പറഞ്ഞല്ല. ഷാജഹാൻ സംഭവിച്ചെന്താ പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ സംഭവിച്ചത് എന്തെന്നുള്ളത് തെറ്റിദ്ധാരണയുണ്ടായി. അതാണ്. അല്ല വക്കീല, അത് അന്നേരം ഞാനൊരു ഇടപെടുന്നില്ല. ഷാജഹാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ കക്ഷി ഷാജഹാൻ പിടിച്ചപ്പോ ഈ അവന്റെ അരയിൽ ഒരു ഊക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികം അല്ല, ഞാൻ പറഞ്ഞത് അപ്പോ ഷാജഹാൻ പറഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി, എത്ര മാസങ്ങളായി ഒരു വക്കീൽ നോട്ടീസ് പോലും ഷാജഹാൻ അയച്ചിട്ടില്ല പാർട്ടി. എന്തുകൊണ്ടായേക്കാഞ്ഞ പാർട്ടി? ആ ചോദ്യം ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഒരു അഭിഭാഷകനായതുകൊണ്ട് മാത്രം പറയാം. ഇന്നത്തെ നിലയിൽ ഷാജഹാൻ പറയുന്ന മൊഴികളാണത്. എത്ര കണ്ടത് സ്വീകരിക്കാം എന്നുള്ളത് നമ്മൾ 2 വട്ടം ആലോചിച്ചിട്ടേ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെയാണ്. ഈ പറഞ്ഞ ഹുക്കുണ്ടായിരുന്നു, കത്തി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ച് അതും വെച്ചിട്ട് ഒരാൾ രക്ഷപ്പെടും. അതും VSനെ സ്നേഹിക്കുന്ന ജനങ്ങളെ ചുറ്റുമുള്ളത്. ജനങ്ങളല്ല കാല് വെച്ചത്. അദ്ദേഹം പിന്നീട് MLA ആയി. ആരാണോ കാല് വെച്ച് വീഴ്ത്താൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ അരയിലുണ്ടായിരുന്ന സാധനത്തെ പറ്റിയും അദ്ദേഹം പിന്നീട് പയ്യന്നൂർ MLA ആയതുമാണ് പറയുന്നത്. അതോ സാധാരണ വ്യക്തിയല്ല, ഒരു ആൾക്കൂട്ടമല്ല. പിന്നീട് പയ്യന്നൂർ MLA ആയത് TI മധുസൂദൻ, അദ്ദേഹത്തെ പോലെ ഒരാള് VSന് കാല് വെച്ചിട്ട് അദ്ദേഹത്തെ വീഴ്ത്താൻ ശ്രമിക്കില്ല. അദ്ദേഹത്തെ പറ്റി വലിയ അലിഗേഷൻ അവിടെ ഉള്ളതാണ്. മധുവിനെതിരായിട്ടുള്ള അലിഗേഷൻസ് എന്ന് പറയുന്നത് സാമ്പത്തിക ക്രമക്കേടല്ലേ? രക്തസാക്ഷി ഫണ്ട് അത് അറിഞ്ഞിരിക്കേണ്ട വിഷയം അതൊക്കെ. എന്താന്ന് പറഞ്ഞാല് അധ്യാപകരുടെ ഒരു ഓഫീസ് അപ്പുറം ഉണ്ടായിരുന്നു. അത് KK അങ്ങനെ ഒരു ഓപ്പറേഷൻ പയ്യന്നൂരിൽ നടന്നിട്ടേ ഇല്ല. താങ്കൾ ആ സദസ്സിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇതൊന്ന് പറഞ്ഞത്. അതായത് ഈ സ്ഥലത്ത് വെച്ച് ഷാജഹാന് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരാൾക്കൂട്ടം ഉന്തും തള്ളും ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അതിനിങ്ങനെ ഒരു വെർഷൻ വരുന്നത് പിന്നീട് ഷാജഹാൻ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ, അതെല്ലാം വെച്ചിട്ടേ ഇത് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സമയമെടുത്ത് വളരെ കൃത്യമായ മറുപടിയാണ് വക്കീൽ നിന്ന് വരുന്നത്. VSന്
മാത്രമല്ല ക്യാപിറ്റൽ പണിഷ്മെന്റ്. നിങ്ങൾ ശ്രദ്ധിച്ചു, VSന്റെ സന്നദ്ധ സഹചാരികൾ, പാർട്ടിയിലെ ഉന്നതരായ ആളുകൾ, ഇവർക്കെല്ലാം പാർട്ടി നേതാക്കന്മാർ ചേർത്ത് പറഞ്ഞതുപോലെ ഗൂഢശക്തികൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഷാജഹാൻ, സുരേഷ്, ശർമ്മ, എന്തിനേറെ ഈ സുരേഷ് കുറുപ്പ്, സുരേഷ് ശക്തിധരൻ, അവസാനം TP ചന്ദ്രശേഖരൻ ശരിയായ പണിഷ്മെന്റ് ഞാൻ പറയുന്നത്. അപ്പൊ വക്കീല് പറയുന്നത്, വക്കീൽ അങ്ങനെ പറയാൻ പറ്റും, ഞാൻ അദ്ദേഹത്തിന് ചെയ്യാറില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ VSന്റെ ചുറ്റിലും നിന്ന് പ്രമുഖരെ എല്ലാം ഒതുക്കുകയും അവരുടെ രാഷ്ട്രീയ വളർച്ചയെ തടയുകയും ഞാൻ പറയുമ്പോ എല്ലാ രാഷ്ട്രീയ നേതാക്കളും കടന്നു വരുന്നുണ്ട് അതിനകത്ത്. ഉമ്മൻചാണ്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയും കോടിയേരി എല്ലാം കടന്നുപോയി. നമ്മൾ VSന്റെ ഈ സംഭവം പറയുമ്പോൾ നമ്മൾ കൂടെ വായിക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടിയെ കരുണാകരനെ കാലുവാരിയ രാഷ്ട്രീയം, ഉമ്മൻചാണ്ടിയെ കാലുവാരിയ രാഷ്ട്രീയം, അത് രാഷ്ട്രീയ ചേരികളാണ്. അത് ബദ്ധവൈരികളായ അല്ല വൈരനിര്യാതന ബുദ്ധിയോടെയുള്ള രാഷ്ട്രീയമല്ല അത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അതിനെ ഇതുമായി സമാന്തരപ്പെടുത്താനോ താരതമ്യപ്പെടുത്താനോ അതല്ല. ഇത് ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ ആളുകളാണല്ലോ ഇവര്. തീർച്ചയാണ്, അത് നിങ്ങൾക്ക് അറിയാലോ. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ എത്ര വെള്ളം പൂശാൻ ശ്രമിച്ചാലും അവരുടെ കൈകൾ ശുദ്ധമല്ല, അല്ലെങ്കിൽ അതിന്റെ കറയുള്ളവരാണ് എന്ന് നമുക്കെല്ലാം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ല. തീർച്ചയായും ഞാൻ പ്രതിദാനം ചെയ്ത പാർട്ടിക്ക് അതിന് എന്തായാലും പറയാം. ഹരിദാസ്, ഇപ്പൊ ഈ പറയുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ ഒരു വേരിയേഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഗ്രൂപ്പിന് എതിരെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാവും. കോൺഗ്രസിൽ പല ഗ്രൂപ്പുകളുണ്ട്. BJP ഇപ്പൊ സമകാലിക കാലത്ത് അത്തരം ഗ്രൂപ്പുകളിൽ പല നേതാക്കളും ഒഴിവാക്കപ്പെടുകയും അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെ കാണുമ്പോൾ എങ്ങനെ കാണാൻ പറ്റും? ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. കാരണം എന്താ പറയുക, ഈ പറയുന്നതിന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കി നോക്കുമ്പോൾ പിന്നീട് അതൊക്കെ സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ 2006 മുതൽ 2011 വരെ VS ഭരിച്ചല്ലോ. അന്ന് പാർട്ടിയാണോ, പാർട്ടിയും ഭരണവും രണ്ട് തട്ടിലാണ് പോയത് അല്ലേ? VSന്റെ പേഴ്സണൽ സ്റ്റാഫിനെ നിശ്ചയിച്ചത് പാർട്ടിയാണ്. VS എവിടെ പോകുന്നുണ്ടെങ്കിലും അംഗരക്ഷകന്മാർ, പക്ഷെ ആ രീതിയല്ല ഇപ്പോഴത്തെ രീതി. ഇപ്പം പാർട്ടി ആരാണ് ഭരിക്കുന്നവരാ പാർട്ടി നിയന്ത്രിക്കുന്നത്. അന്ന് VSനെ നിയന്ത്രിച്ചത് പാർട്ടിയാണ്. ഇന്ന് പാർട്ടിനെ നിയന്ത്രിക്കുന്ന ഭരണകർത്താക്കളെ തിരിച്ചിട്ടാണ്. അപ്പൊ VSനോട് കാണിച്ചിട്ടുള്ള അനീതി എത്ര കണ്ട് വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം VS എന്ന് പറയുന്ന വ്യക്തിത്വം ഈ സമൂഹത്തിൽ വളർന്നു വരരുത്. കാരണം ഒരേകനായി പോകുന്നു, ഒറ്റയാനായി പോകുന്നു. പാർട്ടിയുടെ നിലപാടുകൾക്ക് അപ്പുറത്തായിട്ട് ചിലർ ചേർത്ത് പിടിക്കുന്നു. പൊതുമണ്ഡലത്തിലെ പല വിഷയങ്ങളിൽ ഇടപെടുന്നു. സത്യസന്ധമായ കാര്യത്തിൽ വിലയിരുത്തുന്നു. കാരണം സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നം, ഒറ്റ നമ്പർ ലോട്ടറി, നിങ്ങൾക്ക് ഓൺലൈൻ ലോട്ടറി എത്ര വിഷയം ഉണ്ടായിരുന്നു. ഓൺലൈൻ നമ്പർ നിരോധിച്ചത് ഭരണാധികാരികൾക്ക് അപ്പുറത്തല്ല, CPM എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമാണ് ഒട്ടേറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ആള്. സംശയമൊന്നും വേണ്ട, ജനകീയം തന്നെയാണ്. VS ജനകീയനാണെന്ന് മനസ്സിലായെന്നറിയോ? ഇപ്പോൾ VS മരണപ്പെട്ടപ്പോ നമുക്കറിയാം 10,000 ഒഴുകി വന്നു. അവിടെ എവിടെയും CPM സിന്ദാബാദ് വിളിച്ചിട്ടില്ല. കണ്ണേ കരളെ VS ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്നാ പറയുന്നത്. VSനെ മാത്രമേ പുറത്തുനിന്ന് വിളിച്ചിട്ടുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയെ ചേർത്ത് വിളിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ വന്ന മുഴുവൻ ജനക്കൂട്ടവും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിൽ പോലും മാർക്സിസ്റ്റ് പാർട്ടിയെ ചേർത്ത് പിടിക്കുന്ന ഒരു മുദ്രാവാക്യം പോലും അവിടെ വിളിച്ചിട്ടില്ല. അവിടെ വിളിച്ചത് മൊത്തം VSന് അനുകൂലമായി. ബോഡി കൊണ്ടുപോകുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ഒരു കാരണവശാലും എവിടെയെങ്കിലും ഇംഗ്ലാബ് സിന്ദാബാദ് വിളിക്കുന്നുണ്ട്. നിങ്ങളില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചിതാഭസ്മം ഇത് കഴിഞ്ഞിട്ട് കുടുംബങ്ങൾ ചിതാഭസ്മത്തിന്റെ അരിയത്ത് നിൽക്കുന്ന അരുൺ അടക്കം നിൽക്കുന്ന ഞാൻ ഒരു ഫോട്ടോ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ കൈകൂപ്പില്ല നിൽക്കുന്നത്, അവിടെ മുഷ്ടി ചുരുട്ടിട്ടല്ല നിൽക്കുന്നത്. മുഷ്ടി ചുരുട്ടിയിട്ട് ഈ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ വന്ന ആള് വളരെ വിരളമാണ്. അവിടെയെല്ലാം തൊഴുതിട്ടാണ് പോകുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന ആ ആശയത്തെ മുറുകെ പിടിക്കുന്ന ആൾ എങ്ങനെയാണ് പൊതുമണ്ഡലത്തിൽ കാണിക്കുക? അവിടെ മുഷ്ടി ചുരുട്ടിയിട്ട് പിടിക്കാൻ ആ പ്രവർത്തകന്മാർ തയ്യാറായിട്ടില്ല. അവർക്ക് VSനോടാണ് കടപ്പാട്. VSനോട് കാണിച്ച അനീതിക്കെതിരായിട്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത്. ആ വിലാപയാത്രയിൽ പങ്കെടുത്ത 10,000 VSനെ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച VSനോട് ഈ പാർട്ടി കാണിച്ച ക്രൂരതക്കെതിരായിട്ടുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് തെരുവിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ വിലാപയാത്രയുടെ കൂടെ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് 10,000 വന്നത്. അത് പാർട്ടികൾ ചേർത്ത് കെട്ടാൻ സാധിക്കില്ല. കാരണം പാർട്ടി ഞാനത് പറയാം, VS കാണിച്ച നിലപാടുകൾക്കും VSന്റെ വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. കാരണം പാർട്ടിയോട് ചേർത്ത് കെട്ടാൻ കഴിയില്ല. VSന്റെ നിലപാടുകൾക്കെതിരായിരുന്നു പാർട്ടി എക്കാലവും VSനെ ദ്രോഹിച്ചിട്ടാണോ? ഇപ്പൊ ഞാൻ പറഞ്ഞു, ശക്തിധരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാം എന്റെ കയ്യിലുണ്ട്, നിങ്ങളൊക്കെ വായിച്ചു കാണും.
അതിൽ പറയുന്നുണ്ട് പാർട്ടിക്ക് എതിരായിട്ടാണ് പറയുന്നത്. പാർട്ടി കാണിച്ച നിലപാടുകൾക്ക് ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. അതിന് വിജയകുമാറിൽ നിന്നൊരു വ്യക്തമായ മറുപടിയിലേക്ക് നമുക്ക് വരാം. വിജയകുമാർ വക്കീൽ, ഇപ്പം ഹരി പറഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ സുരേഷ് ബാബു പറഞ്ഞു നിർത്തിയത് വല്ലാതെ പാർട്ടിയിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങിയ ഒരാളാണ് VS എന്ന് ഒരു പൊതുബോധം വളർന്നു വരുന്നുണ്ട്. അത് താങ്കളുടെ നില, ആ കുടുംബമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു, ഇപ്പോൾ എനിക്ക് മലബാറിൽ നിന്ന് പറയുമ്പോൾ ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് താങ്കൾ. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒന്ന്, ഈ പറഞ്ഞതിൽ സത്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ VS എന്ന് പറയുന്ന ആളുടെ നിലപാട്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുഖം നോക്കാതെ നിലപാട് ഉറപ്പിച്ച് പറയുകയും അത് നിയന്ത്രണങ്ങളില്ലാതെ പറയും, ചിലപ്പോൾ തുറന്നും പറയും. അത് പാർട്ടിയുടെ സംഘടനാ രീതിക്ക് ശരിയാണോ അല്ലയോ എന്നുള്ളത് ഒരു രണ്ടാമത്തെ ചോദ്യമാണ് VS. അതുകൊണ്ട് തന്നെ VSനെ അനലൈസ് ചെയ്യുന്ന പുറത്തുള്ള ഒരാൾക്ക് VS എന്തോ ഈ പാർട്ടിക്കകത്തൊരു വിരുദ്ധ ശക്തിയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ അതേസമയം ഇതേപോലെ ഇപ്പോൾ TP ചന്ദ്രശേഖരൻ വധക്കേസ് പുറത്തുനിന്ന് നോക്കുമ്പോൾ അനുകൂലമായി നിന്ന ആളുകൾ എന്ന് തോന്നുന്നവർ അതിനെ ഈ പാർട്ടിക്കകത്ത് എതിർത്തിട്ടുണ്ടാവാം. മാത്രമല്ല അതിൻ്റെ സൂത്രധാരന്മാരെ ഈ പാർട്ടിയിൽ നിന്ന് അകത്തിയിട്ടുണ്ടാവാം. അത് പക്ഷെ പുറത്തറിയില്ല. ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില ഇത്തരം കാര്യങ്ങൾ പുറത്തറിയില്ല. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരു മാറിയ കേരളം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ കർക്കശമായ നിലപാടുള്ള ആളുമാണ്. VSന് നേരെ തിരിച്ചാണെന്ന് തോന്നുന്നു. അല്ല, VSനും കർക്കശമായ നിലപാടുള്ള ധ്രുവങ്ങളിലുള്ള നമ്മൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ പുറത്ത് കാണുന്ന ഹ്യൂമാനിറ്റേറിയൻ ആറ്റിറ്റ്യൂഡ്, പച്ചപ്പിനോടും പ്രകൃതിയോടും സ്ത്രീകളോടും ഇനി മൃഗങ്ങളോടും എല്ലാറ്റിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരുതരം സ്നേഹം, വഴിഞ്ഞൊഴുകുന്ന സ്നേഹം, അത് പ്രകടമാണ്. അതേസമയം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഈ പാർട്ടി സംഘടനയുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഉന്നതമാണ്. കാരണം ഈ ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ MLA അച്ഛനും ഏറ്റവും പ്രായം കുറഞ്ഞ MLA പിണറായി വിജയനുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധം നമുക്കുണ്ട്. പിന്നെ മാത്രമല്ല KSF അങ്ങനെ ഒരു ബന്ധമുണ്ട്. ശരിക്കും പിണറായി ഇങ്ങനെ ഈ VSനെ ശരിക്കും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയല്ല. VSന്റെ ചില വ്യൂ പോയിന്റ്സിനോട് അദ്ദേഹത്തിന് എതിർപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ചില വ്യൂ പോയിന്റ്സിന് പിണറായിക്ക് എതിർപ്പുണ്ടാവും. രണ്ട് മനുഷ്യർ എന്തായാലും മനുഷ്യരുണ്ടാവില്ല. സാധാരണ അതിനിങ്ങനെ ഈ ഇപ്പം ഈ സുരേഷ് ബാബുവും ഹരിദാസും പറയുന്നത് പോലെ VSനെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാനല്ല, VSന്റെ കൂടെ നടന്ന ഓരോന്ന് എണ്ണിയാണ് പറയുന്നത് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര്. അത് ഇതുകൊണ്ടാണ്. എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പാർട്ടിക്കകത്തുള്ള പൊളിറ്റിക്കൽ വൈരുദ്ധ്യങ്ങളെ വ്യക്തി നിബന്ധമായി കാണുന്നത് കൊണ്ടാണ് പറ്റുന്നത്. ഇവരങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയല്ല ശരിക്കും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പം 4ാം ലോകവാദം ഈ പാർട്ടിക്കകത്തുണ്ടായി. അതെന്താണ്? പാർട്ടിയുടെ നിലപാടുകളിൽ നിന്നും കുറെ കൂടെ വ്യതിയാനങ്ങൾ വലത്തോട്ട് വരികയാണ്. അതിന് എതിരായൊരു വലിയ ശക്തി ഈ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്നു ആ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പക്ഷത്തായിരുന്നു VS. അത് പ്രകടമാണ്. പക്ഷേ അതിൻ്റെ പക്ഷത്ത്, അതായത് 4ാം ലോകവാദം പാടില്ല എന്നുള്ള പക്ഷത്ത് തന്നെയാണ് പിണറായി. പക്ഷേ പിണറായിയുടെ ഒരിക്കലും പുറത്ത് കാണില്ല. സംഭവിച്ചതെന്താ? അതിലത്തെ പ്രധാനപ്പെട്ട 3-4 പേരെ പുറത്താക്കി. അതാരും അറിയില്ല. ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, എൻ്റെ സുഹൃത്തുക്കളോടുള്ള എല്ലാ ബഹുമാനത്തോടും. അതായത് സഖാവ് VSനോടുള്ള VSും ഞാനും തമ്മിലൊരു ജീവൻ്റെ പ്രശ്നമാണ്. മനസ്സിലായില്ല? ആലപ്പുഴയിൽ വെച്ചൊരു പക്ഷേ VS കൊല്ലപ്പെടുമായിരുന്നു. അന്ന് അത് ചെറുത്തു നിന്നതും അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചതും ആലപ്പുഴയിലത്തെ യുവാക്കളായ വിദ്യാർത്ഥികളായ ഒരു സംഘമാണ്. ഞാനന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് ആലപ്പുഴയിൽ മുല്ലക്കൽ വെച്ച്. അത് ഈ മാതൃഭൂമിയിലെ എല്ലാ പത്രത്തിലും വരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത്ര അടുപ്പമുള്ള സ്നേഹമാണ്. എന്തായാലും കണ്ണൂർ വരെ വന്നാൽ വീട്ടിൽ വരും. അദ്ദേഹത്തിൻ്റെ മകനെ പോലെ തന്നെയാണ് എന്നോട് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് അരുണാണ്, എൻ്റെ മകൻ്റെ പേര് അരുണാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ആശയാണ്, എൻ്റെ മകളുടെ പേര്. അത് ഒരു സാന്ദർഭികം വന്നുപോയതാണ്. പക്ഷെ എന്തായാലും മനസ്സുകൊണ്ട് അടുപ്പമാണ് കാണിക്കുന്നതാണ്. അത്രയും അടുത്ത ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ഈ കാര്യം പറയാം, ഇതിൽ നിന്ന് ഈ പിണറായി VS വൈരുദ്ധ്യം എന്ന് പറയുന്നൊരു വൈരുദ്ധ്യമുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് നാട്ടിലുള്ള പലതരത്തിൽ മാധ്യമങ്ങളടക്കം അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോഴും ഞാൻ പറയാം, VS മരണപ്പെട്ടതോട് VSനോടുള്ള ഭയങ്കരമായ സ്നേഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണം കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അങ്ങനെ സ്നേഹം അർഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്ന ഭംഗ്യന്തരേണ
നിലവിലുള്ള പാർട്ടിക്കാരെ ആരെയും ഒന്നിനും കൊള്ളൂല എന്നുള്ളത് പ്രചരിപ്പിക്കാനാണ്. ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പോലെ ബഹുമാനീയനായ ഒരു വ്യക്തി എല്ലാം ഇങ്ങനെ ഏറ്റുവാങ്ങുന്ന ഒരാളാണ്, ആൾക്കൂട്ടത്തിന് നടുവിലുള്ള ഒരാളാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നിലവിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ഒന്നിനും കൊള്ളൂല, ഇനിയും ജനിക്കണത്ര കോൺഗ്രസ് എന്ന മട്ടിലാണ് അത് പ്രചരണം വരുന്നത്. അതിന് പകരം അത് എലീറ്റുകൾ എന്ന് പറഞ്ഞ് പണ്ടേ ഈ രാഷ്ട്രീയത്തിലുള്ളൊരു പ്രയോഗമാണ്. പി കൃഷ്ണപിള്ളയുടെ കാലത്തല്ലേ പാർട്ടി, ഇപ്പം എന്ത് പാർട്ടി എന്ന് EMS കൂടെ ചൂണ്ടിയിട്ട് പറഞ്ഞു. EMS മരിച്ചപ്പോൾ പറഞ്ഞു EMSന്റെ കാലത്തല്ലേ പാർട്ടി, എലീറ്റ്സ് എന്നതിന് പറഞ്ഞു. ഇവര് തമ്മിൽ അപ്പോൾ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ പിണറായിയും VS-ഉം തമ്മിലുള്ള ഒരു ബന്ധം, സൗഹൃദം, അടുപ്പം, രാഷ്ട്രീയമായ ഒരു നിലപാടുകളിലെ സാമ്യം അത് വിലയിരുത്തുമ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് എങ്ങനെ വിലയിരുത്താൻ പറ്റും? അവർ ഒരേ ദിശകളിലുള്ളവരാണോ? അവർ ഭയങ്കര സ്നേഹത്തിലാണോ? അവർ VS-ന് ഒരു പണിയും പിണറായി എടുത്തിട്ടില്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റും? അങ്ങനെയല്ല ഞാൻ പറയും. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്. ഈ പാർട്ടിയുടെ വളർച്ചയാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യത്തിൽ ആശയപരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായി പ്രതികരിക്കുകയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും അതിൻ്റെ വൈരുദ്ധ്യം നിലനിർത്തുകയും ചെയ്യുന്നവർ. അല്ലാതെ അവർ തമ്മിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശത്രുക്കളെ പോലെ അല്ല ഒരിക്കലും. ഇതെനിക്ക് അടുത്തറിയുന്ന, കാരണം സഹാബ് പിണറായി എൻ്റെ ഓഫീസിൽ വന്നിട്ട് അവിടുന്ന് ജാമ്യം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആകുന്നതിന് തൊട്ട് മുമ്പ്. അതുപോലെ സഹാബ് 100 തവണ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് KSF മെമ്പർഷിപ്പ് തരുന്നത് പിണറായിയാണ്. പിണറായിയും ബോംബെ രാഘവനും പിന്നെ PV എന്ന് പറയുന്ന നാരായണൻ. അപ്പോൾ താങ്കളുടെ നിരീക്ഷണത്തിൽ ഇവർ തമ്മിൽ അങ്ങനെ പുറത്ത് കാണുന്നത് പോലെ ഒരു സംഭവം ഉള്ള വ്യക്തികൾ തമ്മിലുള്ള വൈരുദ്ധ്യമേ അല്ല. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ആശയപരമായ കാര്യങ്ങൾ രണ്ട് തരത്തിലുള്ള വീക്ഷണങ്ങളാണ്. ആ വീക്ഷണങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ്. അതെ, ഇഷ്യൂ ബേസ്ഡ് ആണ്. ഇഷ്യൂ ബേസ്ഡായ കാര്യങ്ങളിൽ രണ്ട് വീക്ഷണങ്ങൾ ഉണ്ടാവാം. അത് അവർ തമ്മിൽ തർക്കിച്ച് അല്ലെങ്കിൽ പാർട്ടിയിൽ ചർച്ച ചെയ്ത് പിണറായി VS-നെ ഒതുക്കാൻ ശ്രമിച്ചതായിട്ട് താങ്കൾ തോന്നി? ഒതുക്കാൻ ശ്രമിച്ചതായിട്ടെന്ന് പറയുന്നത് ഇപ്പോൾ പ്രചരിച്ചു വരുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിലൊക്കെ കാണുന്നത് ഓരോ സ്ഥലത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ അദ്ദേഹത്തെ എന്താ പറയുക, പിന്നെ കുറച്ച് കാണിക്കാനും വോട്ടുകൾ കുറക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതൊരിക്കലും ലീഡർഷിപ്പ് ലെവലിൽ നടക്കൂല. അഥവാ നടക്കുന്നുണ്ട് തന്നെ അത് താഴെ ലെവലിൽ. അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും. VS-നെ പോലെ ഒരാൾ ഏതെങ്കിലും പിരപ്പങ്ങാട് മുരളി എന്ന് പറഞ്ഞാല് മുരളി നമ്മളെല്ലാം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പിരപ്പങ്കോട് സംശുദ്ധനായ ഒരു മനുഷ്യനാണ്. ഇല്ല, അങ്ങനെയല്ല, കളവ് പറയുന്നതല്ല. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാല് സംശുദ്ധനായ ഒരു മനുഷ്യനാണ് പിരപ്പങ്കോട് മുരളി. പക്ഷെ പിരപ്പങ്കോട് മുരളിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മൾ കാണും. എന്താണ്? അതായത് മലപ്പുറം സമ്മേളനത്തോടു കൂടി അദ്ദേഹം പാർട്ടിയുമായിട്ട്, അതൊക്കെയാണ് വ്യക്തിപരമായി തന്നെ ഒരുതരം തെറ്റുണ്ടായി. ഒരുതരം ഇതിൻ്റെ ലീഡർഷിപ്പിലുള്ളവർ ഇതിലുള്ള പാർട്ടി കാഡേഴ്സിനെ വളർത്താനല്ല ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ വരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു പിന്നോട്ട് പോക്കുണ്ട്. ഇപ്പോഴദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. പക്ഷേ അദ്ദേഹം ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അത് വേണ്ട രീതിയിൽ പാർട്ടിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ ഒരു സങ്കടമുള്ള ഒരു വ്യക്തിയാണ്. അവിടെയാണ് പറഞ്ഞു നിർത്തുന്നത്. നമ്മുടെ സമയം തീരുകയാണ്. എന്തായാലും സുരേഷ് ബാബു ഇളയാവോ ഇദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്ത് ഇതെല്ലാം വ്യക്തിപരമായി ഇപ്പം പിണറായിസം എന്ന വാക്കാണ് ഇപ്പൊ കേരളത്തിൽ എമ്പാടും മുഴങ്ങുന്നു. നല്ല പ്രതിപക്ഷത്ത് നിന്ന്, ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല, പ്രതിപക്ഷ ചേരികളിൽ നിന്ന് ഉയരുന്നത്. അതിന് ഈ ലെവലിൽ ഇപ്പം ഇദ്ദേഹം പറഞ്ഞു നിർത്തിയത് അദ്ദേഹം വളരെ ഈ ഒരു കോടതി മുറിയിൽ എങ്ങനെയാണോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആ നിലക്ക് ഇഴയെടുപ്പത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തത്. നമ്മുടെ സമയം തീരുകയുമാണ്. താങ്കൾ ഈ പറഞ്ഞതിനെ വെച്ച് നമുക്കതിനെ ആ നിലക്ക് എപ്പോഴും കാണാൻ കഴിയില്ലെന്ന് മാത്രമല്ല, പിണറായിസത്തിനെതിരെ അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഈ നേതാവ് പടപൊരുതിയിട്ടുണ്ട്. അദ്ദേഹം ആർജിച്ചെടുത്ത നന്മയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഞാൻ വളരെ ഭംഗിയായി നമുക്ക് പറയാവുന്ന കാര്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവും തമ്മിൽ എന്ത് പറഞ്ഞാലും രാഷ്ട്രീയ ചേരുവ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് MN വിജയൻ മാഷുടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ. അദ്ദേഹം പറഞ്ഞത് എന്താ? VS അച്യുതാനന്ദൻ പരാജയം ഭുജിച്ച് ശക്തി നേടിയ ഒരാളാണ് എന്ന് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അത് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ
EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലുള്ള AKG, അവർക്കെല്ലാം സമശീർഷനായ ഒരാളുടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് അവസാനത്തെ ആളായി നിന്ന, പിന്നെ ഈ മരിക്കുന്നത് വരെ അദ്ദേഹം മാത്രമാണ് ജീവിച്ചിരിപ്പുള്ള ഒരാൾ. ആ മനുഷ്യനോട് സത്യം പറഞ്ഞാൽ കൃതജ്ഞത കാണിച്ചിട്ടില്ല ഇടതുപക്ഷം എന്ന് പറയാൻ, CPM എന്ന് പറയാൻ കഴിയുമോ? അത് കഴിയില്ല എന്നുള്ളത് നമുക്ക് എന്തെല്ലാം തെളിവാണ്. വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ അല്ല, അത് VS എന്ന ഒരാളെ മാത്രം കേന്ദ്രീകരിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ട് ആശയങ്ങള് വിജയകുമാർ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത് വ്യക്തികളിലേക്ക് ഇത് നിങ്ങൾ ഒതുക്കുന്നു. ഇത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാം. അത് നിങ്ങൾ പറയുന്ന പോലെ പിണറായിയും VS തമ്മിലുള്ള മാറ്റുന്നത് എന്നുള്ളതാണ് വ്യക്തിപരമായ ഇഷ്യൂ ആയിട്ടല്ല നമ്മളും കാണുന്നത്. നമ്മൾ പറയുന്നത് ഇടതുപക്ഷത്തിലെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒറ്റയനായിരുന്നു VS എന്നുള്ളതാണ് നമ്മുടെ വാദം. അതിനെതിരാണ് ആര്? പിണറായി വിജയനാദികളെല്ലാം. അത് തുറന്നു കാണിക്കാനും അവർക്കെതിരെ പടവരുതാനും എന്നും ഉറച്ച നിലപാടെടുത്ത ആളാണ് ശ്രീ VS അച്യുതാനന്ദൻ. പോയിന്റ്. എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, കാരണം ഇവര് ഒരേ ആശയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ രണ്ട് ടീമുകളാണ്. കാരണം 2000-ന് ശേഷം വന്നതിപ്പോൾ പുതിയ ടീമുകളൊക്കെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണപിള്ളയുടെ കാലഘട്ടത്തോടെയാണ് പുതിയ ജനറേഷൻ വരികയാണ്. അവിടെ ശരിയായ പറഞ്ഞ വർഗശത്രുവിനോട് പെരുമാറുന്നത് പോലെയാണ് VS-നോട് പിണറായി പ്രവർത്തിച്ചത്. കാരണം എന്തറിയോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാലക്കാട് സമ്മേളനത്തിലെ വ്യക്തി ഒരു കുട്ടിയുടെ കഥ പറഞ്ഞ ഒരു ഉദാഹരണം മുഖ്യമന്ത്രി, അതായത് കടലിന്റെ മാർദ്ദവത്തിൽ ഒരു കുട്ടി ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്താൽ ആ കുട്ടി തെറ്റിദ്ധരിച്ചിരിക്കാം ഇതിൽ തിരമാലകൾ കാണാം എന്ന്. പക്ഷേ അങ്ങനെയല്ല, അണികൾ ചേരുമ്പോഴാണ്, കൂടെ നിൽക്കുമ്പോഴാണ് നേതാവ്. അത് ആരെ പരാമർശിച്ചിട്ടാണ്? ഏതെങ്കിലും ഒരു വ്യക്തിനെയല്ല, സ്വരാജിനെയല്ല, ഏതെങ്കിലും പുതിയ ജനറേഷനല്ല. VS അച്യുതാനന്ദൻ പറയുന്ന കേരളത്തിന്റെ നെടുന്തൂണായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പടപൊരുതി നിൽക്കുന്ന, അതിന്റെ ഉള്ളിലത്തെ ആളുകൾ ഈ പറയുന്ന മാഫിയകളോട് പൊരുതി നിൽക്കുന്ന ഏകനായിരുന്നു VS അച്യുതാനന്ദൻ. കാരണം ഞാൻ ഭൂമാഫിയോട് പൊരുതുന്നു, ഓൺലൈൻ ലോട്ടറി മാഫിയോട് പൊരുതുന്നു, പെൺമാഫിയകളോട് പൊരുതുന്നു. ഇത്തരം മാഫിയ സംഘങ്ങൾക്കെതിരായിട്ട് പൊരുതുന്നു. ഇന്ന് മുരളി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മുരളി പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ജില്ലാ സെക്രട്ടറിമാർ പലപ്പോഴും പെരുമാറിയിട്ടുള്ള അവിടെയുള്ള വർഗശക്തികളോടെ കൂടെ നിന്നിട്ട് മാഫിയകൾക്ക് ഉടപിടിക്കുന്ന സമീപനം, അതിനെതിരായിട്ടാണ് VS അച്യുതാനന്ദൻ കർക്കശ നിലപാടെടുത്തതെന്ന് പറഞ്ഞത്. കർക്കശ നിലപാട് പലപ്പോഴും എടുത്തിട്ടുള്ളത് ഇവരുടെ തെറ്റായ സമീപനത്തിനെതിരായിട്ടാണ്, ഇവരുടെ പോക്കിനെതിരായിട്ടാണ്. ആ പോക്കിന്റെ കൂടിയാണ് പിണറായി പക്ഷം ഉള്ളത്. ആ പിണറായി അദ്ദേഹത്തിന് ഇപ്പൊ പറയാൻ സാധിക്കും. സത്യത്തില് സാധാരണ ഇത്തരം ചർച്ചകളില് CPM-ന്റെ ഇവിടുത്തെ ജില്ലാതല നേതാവ് ഒരാൾ വന്നാൽ ഭയങ്കര ഏറ്റുമുട്ട്, അരിയൊന്നും ഇഞ്ചിന് വിട്ടുകൊടുക്കില്ല. നമ്മൾ എപ്പോഴും അത് തീർക്കാൻ വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വിജയകുമാർ ചെയ്യുന്നൊരു പണിയുണ്ട്. സത്യസന്ധനാണ്, ഉള്ളു തുറന്ന് സംസാരിക്കുന്നതാണ്. എനിക്ക് കുറച്ച് വാക്കുകളുടെ ബോധ്യപ്പെട്ടു. പക്ഷേ ഇതൊന്നുമല്ല പാർട്ടിക്ക് വേണ്ടത്. പാർട്ടിക്ക് അത് എത്ര ദിവസം എനിക്കറിയാം. പണി പോവോ? ഞാനാണ് 82 മുതൽ ഞാൻ തന്നെയാണ്. 73 അതെ ലീഡർഷിപ്പിലുള്ള ആള്. ഇപ്പോഴും അഡ്വക്കേറ്റ് ജനറൽ ആണ് ഇതിന്റെ പ്രസിഡന്റ്, ഞാനാണ് വൈസ് പ്രസിഡന്റ്. പക്ഷെ അന്നൊന്നും ഈ നിലപാടല്ലോ, അന്ന് ഈ വിളിച്ചു പറഞ്ഞിട്ടല്ലോ. എല്ലാ കാലത്തും എന്റെ നിലപാടതാണ്, എന്റെ അച്ഛന്റെയും നിലപാടതാണ്. അതേ രക്തം ഇത്, ഒരു VS ആവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരിക്കലുമല്ല. VS ആവാൻ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു ആരോപണം. VS-നും പിണറായിക്കും മാർക്കിടാൻ നിന്നാൽ താങ്കൾ എവിടെ ഏറ്റവും കൂടുതൽ മാർക്കിടുക? അല്ല, അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. തികച്ചും വ്യക്തിപരമായി അത് കാണരുത്. അതിനങ്ങനെ കാണാൻ പാടില്ല. രണ്ടുപേരും ഇപ്പൊ ഉദാഹരണമായിട്ട് VS ഇപ്പൊ ഞാൻ പറയാം, CIT ഇഷ്യൂ ഉണ്ടായപ്പോ പിണറായി എവിടെയായിരുന്നു, VS എവിടെയായിരുന്നു? രണ്ടുപേരും ഒന്നിച്ചായിരുന്നു. അന്നല്ലേ ഈ പത്രത്തിൽ കാണുന്നത്. കാരണം എന്താ, അന്നേരം ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. എന്താ, ബഹുജനങ്ങളുടെ പിന്നാലെ പാർട്ടി പോകണം, സംഘടിതമായിട്ടുള്ള ഒരു ടീം, അതിൻ്റെ പാത്രം പിന്നാലെ പോകാൻ പാടില്ല. ഈ ഓരോ ഇഷ്യൂ ബേസ്ഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്. ഓരോ വസ്തുതകൾ മനസ്സിലാക്കി അതിന് കണക്കായ സ്റ്റാൻഡ് എടുക്കും. അതല്ലാതെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം, നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 6 പേരിൽ ഒരാളാണ് എൻ്റെ അച്ഛൻ, ഒരാളാണ് VS. 6 പേര്. ആ VS-നോട് ഇവരൊക്കെ നീതികേട് കാണിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പിണറായി ഉൾപ്പെടെയുള്ള അത് ഈ നീതികേട് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് പറയുന്നത് എല്ലാവരും.
അല്ല, എല്ലാവരും പറയുന്നത് ഈ അർത്ഥത്തിലാണ്. എന്താണെന്ന് പറഞ്ഞാൽ VSന്റെ നീതി എന്ന് പറയുന്നത് VSന്റെ വളർച്ച, പാർട്ടിക്കകത്തുള്ള അംഗീകാരം. അങ്ങനെയല്ല, VSന്റെ വ്യൂ, ആ വ്യൂവിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് പറഞ്ഞുകൂടാന്നുണ്ടോ? ആകെ ഈ CPM-നുള്ളതെന്ന് പറഞ്ഞാൽ പ്രകടമായി ഇപ്പോൾ കോൺഗ്രസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ പറയുന്ന പോലെ പുറത്തുപോയിട്ട് പറയില്ല, പാർട്ടിക്കകത്താണ് പറയുന്നത്. അങ്ങനെയാണ് വക്കീലെ പുറത്തുനിന്നല്ലേ പറഞ്ഞ പാർട്ടി സമ്മേളനത്തിലല്ലേ പറഞ്ഞത്. ചെറിയ കുട്ടിയുടെ ഉദാഹരണം വെച്ചിട്ട് ഇവിടുത്തെ ആണോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു ഉറുദു കവിയുടെ മലയാള നടത്തിയത്. അതിൽ പറഞ്ഞത് കടൽ വെള്ളത്തിന് നല്ല ആണല്ലോ. ഒരു ഏത് പാർട്ടി സഖാവും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമല്ലേ അതല്ലേ? അല്ല, അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം. നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുന്നതിലാണ് പൊതുസമൂഹം ഇവര് മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കും. പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അല്ല, എന്താ അറിയാം, ഇവർ എൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ഈ രണ്ടുപേരും മനസ്സിലാക്കുമ്പോൾ അവരുടെ എല്ലാ മനസ്സിലാക്കലുകളും അവരുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെയും കൂടി ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെന്നുള്ള നിലയിൽ ഇവർ രണ്ടുപേരും അവരുടെ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റിൽ അത് കാണാൻ പറ്റും. പക്ഷേ പബ്ലിക് അങ്ങനെയല്ല. പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ഞാൻ എന്തോ അപ്രമാദിയാണ് എന്നുള്ള ധാരണ എനിക്ക് പാടില്ല. ഞാൻ ഒരു തൊട്ടിയിലെ വെള്ളം മാത്രം. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ജനാവലിയോട് കൂടെ കൂടുമ്പോൾ മാത്രം കടലായി മാറും. ഏത് വ്യക്തിയെ പറ്റിയാണോ? ഏത് വ്യക്തിയാണ് ചെയ്തിട്ടില്ലല്ലോ. ഈ VS ആണല്ലോ അതിന്റെ ഉദാഹരണം. ഞാൻ അയാൾ VSന്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് VSന്റെ നിലപാടുകൾക്കെതിരെ VS എന്ന വ്യക്തിയൊക്കെ ഉള്ള ഒരു സൂചനയെ കൊടുത്തത്. അല്ലാണ്ട് സാധാരണ ഏതൊരു ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടല്ല, ഒരു ലോക്കൽ സെക്രട്ടറി ആയിട്ടല്ല പറഞ്ഞത്. അത് ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ അത് VS എന്ന് പറയുന്ന വ്യക്തിക്കെതിരാണ് എന്ന് ധരിക്കുന്നതിൽ തെറ്റുണ്ട്. പകരം ഏതൊരു പാർട്ടി സഖാവും ഏതൊരു പാർട്ടി ബോധമുള്ള ആളും ഈ ഒരു ധാരണ വേണം. അതായത് ഞാനൊരു ഗ്ലാസ് വെള്ളം മാത്രം. 20 വർഷം കഴിഞ്ഞ് തിരിച്ചറിയും. ഞങ്ങള് ഈ പറഞ്ഞ കടലിലെ വെള്ളത്തിനോട് ചേർന്നാൽ മാത്രമേ അലയടിക്കുള്ളൂ. ധാരണ വേണം. ഏത് പ്രസ്ഥാനം അതെനിക്ക് എല്ലാവരും മനസ്സിലാക്കണം. VS അച്യുതാനന്ദൻ പരാജയപ്പെടുന്നു, ഓർമ്മയുണ്ടല്ലോ ആ പൊളിറ്റിക്കൽ സിനാരിയോ. അവിടുന്ന് മുഖ്യമന്ത്രി ആയതാരാ? EK നായനാർ എന്ന് പറയുന്ന ആളാണ്. മത്സരിക്കാത്ത ബൈ-ഇലക്ഷൻ വെച്ച് ഞാനടക്കം രാജിവെച്ചിട്ട്. അപ്പൊ അത്രയും തന്ത്രശാലിയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എന്നാ പിന്നെ അന്ന് പിണറായി വിജയനെ മുഖ്യമന്ത്രി ആക്കി കൂടി? പാർട്ടി സെക്രട്ടറി അന്ന് ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അഭിപ്രായം? അല്ല, അങ്ങനെയല്ല സാർ. ഞാൻ ചോദിക്കുന്നത് പരാജയപ്പെട്ടു. VS ഇല്ലല്ലോ, ഇവർ വൈരികളായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത്. പിണറായി വിജയനോട് അന്ന് തന്നെ മുഖ്യമന്ത്രിയാകാൻ VS പറയാമായിരുന്നു. സമയം തീരുകയാണ്. പ്രേക്ഷകരെ, ഇതെന്തിനാണെന്നറിയും ഈ വിഷയം ചർച്ചയ്ക്കിട്ടത്? സ്റ്റേറ്റ് ലെവലിലെ ലീഡേഴ്സ് പല കാർഡടച്ചുള്ള വെടികളും വെക്കും നമ്മൾ കണ്ടു. അത് നമുക്ക് കണ്ണൂർ ജില്ലയിൽ ഒരുപക്ഷെ VSനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വളരെ വളരെ റെയറായിട്ട് ഉണ്ടാവുള്ളൂ ഇനി, അല്ലേ? വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. അതിൽ പെട്ട ഒരു ആളാണ് വിജയകുമാർ. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ ലീഡർഷിപ്പിൽ അന്വേഷിക്കുമ്പോൾ VSുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളെ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞൊരു പേരായിരുന്നു അഡ്വക്കേറ്റ് വിജയകുമാർ. എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നറിയാം. കാരണം VSന് നമ്മൾ ആ നാട്ടിൽ പോയി ആഴത്തിലറിഞ്ഞ ആളുകളൊന്നുമല്ല, ദൂരെ ഇരുന്ന് കാണുക, ഈ അതിനപ്പുറത്തേക്ക് അറിഞ്ഞ VSനെയാണ് അവർ പങ്കുവച്ചത്. ഇവരൊക്കെ രാഷ്ട്രീയമായി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ VSന് പകരം വെക്കാൻ വേറൊരു VS ഇല്ല. ഇപ്പോൾ വക്കീൽ പറഞ്ഞു ഇനി വേറെയും വലിയ നേതാക്കൾ വരട്ടെ. പക്ഷേ കാലം മാറി, കഥ മാറി. VS കടന്നു വന്ന വഴികളിലൂടെ കടന്നു പോകാൻ ഇനി ഒരു അവസരം നമുക്കില്ല. അങ്ങനെ ഒരു കാലവും നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ VS അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ്. നമ്മൾ കണ്ട അതിന് കൃഷ്ണപിള്ളയെ നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ആ കാലഘട്ടത്തിലെ നേതാക്കളെ നമ്മൾ EMSലേക്ക് കണ്ടു, അറിഞ്ഞു, വാർത്തകളിലൂടെ അറിഞ്ഞു, കണ്ടു. പക്ഷേ EMS നമ്മുടെ കാലത്തോടൊപ്പം ഈ കാലത്ത് സഞ്ചരിച്ചതാണ്, നമ്മൾ കണ്ടു. അതും 100 വയസ്സ് വരെ, 102 വയസ്സ് വരെ ആ മനുഷ്യൻ ആരോഗ്യത്തോടു കൂടി തന്നെ ജീവിച്ചു. വളരെ സന്തോഷത്തോടു കൂടി. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ ആകാശത്ത് നക്ഷത്രമായി കേരളത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും കേരളത്തിൻ്റെ നമ്മുടെ ഈ ചർച്ചയെല്ലാം അദ്ദേഹം കാണുന്നുണ്ടാവും. കാരണം ആ ലോകത്തെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്വപ്നം കാണാം. നമുക്ക് VSനെ പോലുള്ള
പ്രഗത്ഭരായ നേതാക്കൾ ഈ പുതിയ തലമുറയിൽ പുതിയ സാഹചര്യത്തിൽ വളർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് VSന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ 3 പേർക്കും നന്ദി, നമസ്കാരം.